അല്ലേ മായ കട മൊത്തം ഉണ്ടല്ലോ ഇത്. വിശേഷം വല്ലതും ഉണ്ടോ? അനിയത്തി വരുന്നുണ്ട്. ആര്? മഞ്ജു. അല്ല അവള് കുടുംബമായിട്ട് അങ്ങ് ബഹ്റിനിലല്ലേ? അല്ല മാമി, ദുബായില്. ദുബായില് മഞ്ജു, ബഹ്റിനില് ജയ. ജയക്ക് ആലോചന വല്ലതും ഉണ്ട്? ആ മാമി, ആലോചനക്ക് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ നിനക്കൂടെ അങ്ങ് ആലോചിച്ചാലോ? ബെസ്റ്റ്. എനിക്കോ? ഈ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ഇളവിയായതുപോലല്ലേ ഇവിടെ സംസാരം കേട്ടത്? എന്റെ മാമി, അവർ രണ്ടുപേരും പഠിപ്പിച്ച് ആ നിലയിൽ എത്തിച്ചതിനാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിലും കൂടുതലൊന്നും വേണം. അച്ഛൻ മരിച്ചതിന് ശേഷം നീ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്. ചിട്ടി, തയ്യല്, ട്യൂഷന് എന്ന് വേണ്ട. ഓ, അക്കാര്യത്തിൽ നീ മിടുക്ക് തന്നെ. അല്ല മാമി, അച്ഛൻ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങി. ഇത്രല്ലേ ഉള്ളൂ. അവരുടെ സന്തോഷം കാണുമ്പോഴല്ലേ മാമി എനിക്ക് സന്തോഷം. ശരിയാ മോളെ, കൂടപ്പിറപ്പിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന നിന്നെ പോലെ ആരും കാണത്തില്ല. ഏട്ടാ, അമ്മയ്ക്ക് സുഖമാണോ? അമ്മയ്ക്ക് സുഖം. പിന്നെ മാമി അന്ന് തന്ന അളവ് ബ്ലൗസ് കറക്റ്റ് അല്ലേ? പിന്നല്ലേ, എല്ലാം നീ അല്ലേ തയ്ക്കുന്നത്. കണ്ടില്ലയോ, വാർത്ത പോലെയല്ലേ നീ തയ്ച്ചു വെച്ചത്. അതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി. ഇപ്പൊ മാമിക്ക് ഇച്ചിരി തിരക്കൊണ്ട് പോട്ടെ. മാമി, ഞാൻ തയ്ച്ചു കഴിഞ്ഞിട്ട് വിളിക്കാം. മാമി വന്ന് വാങ്ങിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ശരി മാമി. അതവിടെ വെച്ചേക്കമ്മേ, ഞാൻ ചെയ്തോളാം. കുഞ്ഞുങ്ങളൊക്കെ വരുന്നല്ലേ മോളെ, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ച്. ബെസ്റ്റ്. അതിനാണ് ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞുണ്ടാക്കണത്. പിന്നല്ലാതെ അവർ അറബി നാട്ടിലെ ഫുഡൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പൊ നമ്മളെ നാടൻ കറികളൊക്കെ കുടിച്ച് കഴിക്കട്ടെ. അവർക്ക് വേണ്ട കുഴിമന്തിയോ ഷവായൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം അമ്മേ. അതൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുണ്ട്. ജയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇല്ലേ മോളെ? അവളീ അടുത്ത് പോയല്ലേ ഉള്ളൂ, പെട്ടെന്ന് വരാൻ പറ്റില്ല അമ്മേ. മഞ്ജു നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, 10 ദിവസം മാത്രമേ ഉള്ളൂ ലീവ്, പെട്ടെന്ന് പോവും അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മഞ്ജു, എടി നീ ഉണ്ടായിരുന്നു. അതേ അമ്മച്ചായി. എടി നീ വരില്ലാന്ന് പറഞ്ഞിട്ട് ഇതാണ് സർപ്രൈസ്. മോനെവിടെ? മോൻ വന്നില്ല, അവനവിടെ ചേട്ടന്റെ കൂടെയാ. നമ്മൾ മാത്രമാകുമ്പോ കുറച്ച് കൊതിന്നൊക്കെ പറഞ്ഞിരിക്കാലോ. എന്താ മോളെ കുഞ്ഞിനോടെ കൊണ്ടുവരാഞ്ഞ്? അവനെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുവല്ലായിരുന്നു. അവനും കൂടി ഇല്ലെങ്കിൽ ശരിയാവത്തില്ല അമ്മ. ചേട്ടന് ഭയങ്കര കറക്കവാ. ഇതാവുമ്പോ മിണ്ടാതെ ഫ്ലാറ്റിലിരുന്നോളൂ. അപ്പൊ രമേശോ? അവളെ ചേട്ടൻ വർക്ക് അറ്റ് ഹോം അല്ലേ? നിങ്ങൾ അകത്തേക്ക് കയറി വന്ന കാലിൽ നിൽക്കാൻ. വാ മക്കളെ, കയറി വാ. ഒരു മിനിറ്റ്. ചേട്ടാ എത്രയായി? അതെ പൈസക്ക് ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, നീ പോയി ആ പെട്ടിയെടുത്ത് ചെല്ല്. ഞാൻ വരാം മക്കളെ. എത്ര ചേട്ടാ? വേണ്ടമ്മേ, കുഴപ്പമില്ല. നമ്പർ ഒന്ന് പറയോ? 960 ഇല്ല, 520 500 അല്ലേ? ചെയ്തു. എന്നാലും മോനെ കൊണ്ടുവരാനത് ഭയങ്കര കഷ്ടമായിപ്പോയി. അവനിവിടെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല ചേച്ചി. എന്തോ മോശി കഴിക്കാൻ? മക്കൾക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ പറയാമോ, ഉണ്ടാക്കി തരാം. അവിടുത്തെ ആഹാരം കഴിച്ച് മടുത്ത് സത്യം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നതേ അമ്മയുടെ നിന്ന് എന്തെങ്കിലും രുചികരമായിട്ട് കഴിക്കാൻ. ഇന്നത്തേക്ക് അടിപൊളിയായിരുന്നു. എന്നിട്ടോ ചായ കുടി. ചേച്ചി എവിടെ അമ്മ? കുളിക്കുന്നു. എവിടെ ട്യൂഷൻ ഉണ്ടെന്ന്. അമ്മ ചേച്ചിയോട് കാര്യം പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല മക്കളെ. എന്താ പറയാത്തെ? ഇല്ലാത്ത ലീവ് എടുത്ത് വന്ന് എന്തിനാ? അമ്മാവനോട് കാര്യം പറഞ്ഞു? അമ്മാവനോട് കാര്യം പറഞ്ഞു, പക്ഷെ ഇത് ചേച്ചിയോട് എങ്ങനെ പറയുന്നതാണ്. കാര്യം നടക്കണമെങ്കിൽ പറയണം, സത്യം പറയാലോ. ഇത് അവിടെ നിന്ന് എല്ലാം വിളിച്ച് പറഞ്ഞ് ഒപ്പിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ചേച്ചി സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? സമ്മതിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. വീടും പറമ്പും അമ്മയുടെ പേരില. അത് ഷെയർ ചെയ്യുന്നു, എന്റെ ഷെയർ ഞാൻ വിൽക്കുന്നു.
മൂത്ത ആളെന്നുള്ള നിലയിൽ ചേച്ചിയുടെ ഒരു അഭിപ്രായം ചോദിക്കുന്നു. ബാക്കി എല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയാണ്. ഓ, അമ്മ തീരുമാനം എടുത്തത് തന്നെ. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി പ്രമാണം എഴുതണം, വിൽക്കണം. അതിന് എപ്പം നടക്കാനാ? പ്രമാണം മാറ്റിയാൽ മതി. വിൽക്കുന്ന കാര്യമൊക്കെ അമ്മാവ് നോക്കിക്കോളൂ. അമ്മേ, ദേ നിർത്ത്. ഇനി അവൾ പോയിട്ട് വന്നിട്ട് സംസാരിച്ചാ മതി. അമ്മേ, ഞാൻ ഇറങ്ങാണേ. എന്താണ് അമ്മയും മക്കളും കൂടി ഒരു ചർച്ച? ഒന്നുമില്ല മക്കളെ, ഞങ്ങൾ കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ചേച്ചിക്ക് എവിടെ ട്യൂഷൻ? എനിക്കിവിടെ അടുത്താടി. മാത്സ് ക്ലാസ്സേ ഉള്ളൂ. പിന്നെ കുറെ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാ ക്ലാസ്. ചേച്ചി പോയിട്ട് വാ, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്താ ചെയ്യാ? ഒന്നുമില്ല, ചേച്ചി പോയിട്ടോ എന്നിട്ട് സംസാരിക്കാം. എന്താടി? ഒന്നുമില്ല, പോയിട്ടോ. ശരി എന്നാ. പോട്ട് മക്കളെ. ശരി. ചേച്ചിയൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഞാനായിട്ട് എന്ത് പറയാനാ? പ്രത്യേകിച്ചും അമ്മയെ നിങ്ങളെല്ലാരും കൂടെ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക്. അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അമ്മയോടൊന്ന് സംസാരിച്ചു, അത്ര തന്നെ. ഈ വീടും അതിനോട് ചേർന്ന് 20 സെന്റും അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് എന്നാണ് പ്രമാണത്തിൽ. അതിന് ആർക്കൊക്കെ എത്ര വീതം വെച്ച് കൊടുക്കണം എന്നുള്ളത് അമ്മയെ പറയേണ്ടത്. എനിക്കുള്ള ഓഹരി കിട്ടിക്കഴിഞ്ഞാൽ ദുബായിലൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനാണ് പ്ലാൻ. അതിപ്പോൾ സന്തോഷത്തോടു കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പ്രമാണം മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ കയറി പോവും. പിന്നെ വിൽക്കുന്ന കാര്യമൊക്കെ അമ്മാവൻ തീരുമാനിച്ചോളൂ. ആരും ഒന്നും തീരുമാനിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ അമ്മാവനും അറിയാലോ. എന്താ ചെയ്യേ? ഞാൻ നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് അന്യായി പോയോ? പറഞ്ഞെന്നേ ഉള്ളൂ, തീരുമാനം എടുത്തിട്ടില്ല. ഇതാണോ അമ്മ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വല്ലതും പറഞ്ഞോന്ന് എന്നോട് ചോദിച്ചോണ്ടിരുന്നത്? എന്തായാലും ഉള്ളത് 3ആയിട്ട് വീതിക്കണം. വീട് എന്തായാലും മായക്കുള്ളതാ. എനിക്ക് അത്രേ പറയാവുള്ളൂ. എന്തിനാ അമ്മ അത്രയ്ക്ക് വലിയ ഔദാര്യം എന്നോട്? ഇനിയുള്ള കാലം അമ്മേനെ നോക്കാനോ? അതോ ഇത്രയും കാലം അമ്മേനെ നോക്കിയതിനുള്ള കൂലിയാ? അതെന്താ ചേച്ചി അങ്ങനെ ഒരു വർത്തമാനം? കൂടിപ്പോയാലൊരു 5 വർഷം ഞങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ നോക്കിയതിൻ്റെ കണക്ക് ഇവിടെ ആരും പറയണ്ട. അമ്മയെ മഞ്ചേച്ച് കൊണ്ടുപോകും. അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അമ്മേനെ മച്ചു കൊണ്ടുപോകുന്നോ? അതെന്താ അമ്മയൊന്നും പറഞ്ഞില്ല ചേച്ചിയോട്? അമ്മേനോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒന്നും അറിയണ്ടേ അമ്മ? അമ്മ പോകുന്ന പറഞ്ഞാൽ ഞാൻ എതിര് നിൽക്കുന്നു വിചാരിച്ചോ? ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. ഞാൻ ഒറ്റയ്ക്കായി. ഈ വീട്ടിലിപ്പോ ഞാൻ ഒറ്റയ്ക്കായി. എന്നെ ഓർത്തിട്ട് ആരും ഇവിടെ പോകാണ്ടൊന്നും ഇരിക്കണ്ട. എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോ, എല്ലാവർക്കും പോകും. ചേച്ചിയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ചേച്ചി കല്യാണം കഴിഞ്ഞ് നിന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ആടി, എന്റെ നല്ല കാലം മുഴുവൻ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് നിനക്കൊക്കെ വേണ്ടിയാ. അച്ഛൻ മരിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് അമ്മേനെ നിന്നെയൊക്കെ കൊണ്ട്
എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ആലോചിച്ച് നിന്നപ്പോഴാ ഞാൻ എൻ്റെ ഡിഗ്രി ഒഴിവാക്കി ട്യൂഷൻ എടുത്തും മുട്ട വെച്ചിട്ടും ചിട്ടി പിരിച്ചിട്ടൊക്കെ നിന്നൊക്കെ വളർത്തിയത്. അതും കഴിഞ്ഞ് ബാങ്കൊക്കെ കയറി ഇറങ്ങി എഡ്യൂക്കേഷൻ ലോൺ കൊടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചു. അന്നൊക്കെ എനിക്ക് വന്ന് ഏതെങ്കിലും ഒരു ആലോചനയ്ക്ക് ഞാൻ സമ്മതം കൊടുത്തിരുന്നെങ്കിണ്ടല്ലോ, നീ ഒന്നിപ്പോ ഇങ്ങനെ വലിയ ഗൾഫുകാരികളായിട്ട് എന്റെ മുന്നിൽ വന്ന് നിങ്ങനെ പ്രസംഗിക്കില്ലായിരുന്നു, പുറം ലോകം പോലും കാണില്ലായിരുന്നു. മതി, ഇങ്ങനെ ഏത് നേരം കഷ്ടപ്പാടിനേരം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ലോൺ അത് കൃത്യമായിട്ട് അടച്ചു തീർത്തിട്ടുണ്ട്. ഞങ്ങളായിട്ട് ഈ കുടുംബത്തിന് യാതൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടുമില്ല. എന്റെ കല്യാണത്തിനും. ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് വരുമ്പോൾ ഓരോ വളർത്തിയ കഥയും പറഞ്ഞുകൊണ്ട് വന്നോളൂ. അമ്മയ്ക്കിത് കേട്ടിട്ടൊന്നും പറയാനില്ലല്ലോ അല്ലേ? ഇവര് പോട്ടെ, ഞാൻ കിടന്ന് അനുഭവിച്ചതൊക്കെ അമ്മ നേരിട്ട് കണ്ടിട്ടില്ലല്ലേ? മോള് കഷ്ടപ്പെട്ടില്ല നീ അമ്മ പറയുന്നില്ല. മോക്കൊരു ജീവിതം വേണ്ടാന്ന് വെച്ചത് ഇവർക്ക് വേണ്ടിയിട്ടാണ് മോള് പറയില്ല. അത് മോടെ തീരുമാനമായിരുന്നു. അതെയമ്മേ, ഇനി ആരൊന്നും പറയണമെന്നില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. നിങ്ങളൊന്നും ഇത്ര മാറിപ്പോയ കാര്യം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. തെറ്റെന്റെ അമ്മയും അനിയത്തിമാരെന്ന് പറഞ്ഞ് ഞാൻ ചത്ത് ജീവിക്കുകയായിരുന്നു. തെറ്റ് പറ്റിയത് എനിക്കാ. എവിടെയാന്ന് വെച്ചാൽ ഒപ്പിട്ട് തരാം, നിങ്ങൾ പറഞ്ഞാൽ മതി. എവിടെയാന്ന് വെച്ചാ പൊക്കോ അമ്മ. ചെല്ല ചെല്ല. ആ എത്ര പൈസ? ബാക്കി വെച്ചോട്ടാ. അമ്മാവാ, ആ നീ ഇതെവിടെ പോയിട്ട് വരുന്നത്? ഞാൻ ട്യൂഷന് പോയിട്ട് വരുന്നു. അമ്മായി ഇവിടെ? ആ അവള് വീട്ടിലുണ്ട്. ആണോ? എടി മോളെ, കുട്ടികൾ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ നീ ആയിട്ട് എന്തിനാ എതിര് നിൽക്കുന്നത്? ഓരോരുത്തരും ഓരോ കൊമ്പിലായ സ്ഥിതിക്ക് അവരവർക്കുള്ളതാണ് വീതം വെച്ച് കൊടുത്തേക്കണം. അല്ല പിന്നെ അമ്മാവ പറയണേക്ക് തോന്നുമല്ലോ ഞാൻ എന്തോ വില്ലത്തിരോളാന്ന്. എൻ്റെ പൊന്ന അമ്മാവ, എനിക്ക് ആരുടെ ഒന്നും വേണ്ട. ആർക്ക് എന്താന്ന് വെച്ചാൽ എടുത്തോട്ടെ. നമുക്കിപ്പോൾ തൽക്കാലം വീട്ടിൽ പോയി സംസാരിക്കാം. എല്ലാം സംസാരിച്ചു, അവൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ വെറുതെ. ആരും പറഞ്ഞു കുഴപ്പമില്ലാന്ന്? ആദ്യം തന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വീതം വെക്കണമെന്ന് പറ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. എങ്ങനെ ഇരിക്കുന്നു? ഇന്നലെ വരെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ തനിക്കുണം പുറത്തു വന്നത്? അയ്യോ, ഓരോരുത്തരും ഇങ്ങനെ തനിക്കുണം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാനായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. മതി, നിർത്ത്. ആകെ 20 സെന്റ് സ്ഥലം, അതിൽ മുൻവശത്ത് 7 സെന്റ് മഞ്ജുവിന്, സൈഡിൽ 7 സെന്റ് ജയക്ക്, 6 സെന്റും വീടും മായക്ക്. അപ്പൊ മുന്നിലത്തെ 7 സെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വഴി എവിടെയാ? സൈഡിലൂടെ നടവഴി ഇട്ട് തരും. അത് സൈക്കിള് പോകാനുള്ള വഴി മതി എനിക്ക് വീടിന്റെ മുറ്റത്ത് കാറ് കയറ്റിടണം. അതിന് നിനക്ക് കാർ എവിടെ? എന്തെങ്കിലും ഞാൻ ഒരു ദിവസം കാറ് വാങ്ങിക്കുമല്ലോ.
കാറ് പോലും കാറ്. പിന്നെ നിങ്ങളുടെ ഈ പുച്ഛച്ചിരി വേണ്ട. നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിൽ ഇരുത്താമെങ്കിലേ എനിക്ക് കാറല്ല അതിന് മുകളിൽ ചെയ്യാൻ പറ്റും. അവളുടെ ഒക്കെ ഒരു പുച്ഛം. ഞാൻ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഉപ്പിട്ട് തരാം, അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആ എവിടെ എത്തി? പോര് റോഡ് ബ്ലോക്ക് ആയിരിക്കും. അവിടെ നിന്ന് കയറുമ്പോഴേ ആർച്ച് കഴിഞ്ഞ് ആദ്യം കാണുന്ന വീട്. നമുക്ക് ഇറങ്ങാം, വണ്ടി ഇപ്പം എത്തും. ആ അമ്മാവനും പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോ നീ വരുന്നില്ലേ മോളെ? എനിക്ക് ക്ലാസ് എടുക്കാൻ പോകണ്ടേ അമ്മാവൻ? എന്നാലും അമ്മയെ യാത്ര അയക്കാൻ അതിന് നിങ്ങളൊക്കെ ഇല്ലേ കൂടെ, പിന്നെന്താ? ചേച്ചിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? എന്തായാലും ഇതൊക്കെ നടക്കണ്ടല്ലേ, പിന്നെ നിന്റെ ദേഷ്യമൊക്കെ. എന്നാലും നീ ഇവിടെ ഒറ്റക്കാവുന്നവർക്കും ഒരു വിഷമമുണ്ടോ മോളെ? ആ വിഷമം ഇവർക്കില്ലല്ലോ അമ്മാവ. പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക്. പിന്നെന്തിനാ അമ്മ വിഷമിക്കുന്നത്? ആ പോക്കുവരവിന്റെ പ്രമാണം എന്താ അമ്മ? അതൊരു 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും എന്നാ പറഞ്ഞ മോളെ. ശരി, നിങ്ങൾ ഇറങ്ങുമ്പോഴേ കഥക് പൂട്ടിയിട്ട് അവിടെ വെച്ചാൽ മതി. അമ്മയ്ക്ക് അറിയാലോ സ്ഥലം അല്ലേ? അപ്പൊ അമ്മയൊക്കെ പോകുന്നത് കാണാൻ മോള് നിൽക്കുന്നില്ലേ? അങ്ങനെ പോകുന്നത് കാണാൻ മാത്രമായിട്ട് എന്തിനാ അമ്മ ഞാൻ? ഇത്രയും നാളും നിങ്ങളൊക്കെ കാണാനും നോക്കാനും ഒക്കെ നിന്നുകൊണ്ടാ ഞാൻ ഒറ്റയ്ക്കായി പോയത്. ഒറ്റയ്ക്കായെന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്കിനും ജീവിച്ചല്ലേ പറ്റുള്ളൂ അമ്മ. എന്നെ പോലെ ഒരുപാട് പേരുണ്ട് ഈ ഭൂമിയിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഞാനും. ചേച്ചി സോറി, എന്തിനാ മോള് കരയുന്നത്? ചേച്ചി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഇപ്പൊ സന്തോഷത്തോടെ പോയിട്ടു.